ഓണല്ലേ? അതെ ഗൈസ്, ഓണാണ് ഗൈസ്, ഓണാണ് ഇന്ന്. എനിക്ക് തോന്നുന്നില്ല, കുറച്ച് സിറ്റികളിൽ തിയേറ്ററിൽ കുറവാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഇറങ്ങിയിട്ടില്ല. ഞാൻ തൃശ്ശൂരാണ്, തൃശ്ശൂർ രാഗം. അവിടെ പോടാ, അങ്ങോട്ട് പോ. ഇവിടെ ചൂടുണ്ടാവും. നോ 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 ഞാൻ ചൂടുണ്ടാവടാ, ചൂടുണ്ടാവും. നോ നോ ഇവിടെ കൊണ്ടുപോയടാ, ചൂടുണ്ടാവടാ. പോടാ. ഓയ്യോ, നല്ല ചൂടുണ്ടാവും. ചില്ല് ടാറ്റാ. കൊണ്ടോ. നല്ല ചൂട്. അത് ആർത്തി കാരണം ഗൈസ് എല്ലാ തിയേറ്ററിലും ഇറങ്ങിയിട്ടില്ല എന്നുണ്ടോ. ഞാൻ തൃശ്ശൂരാണ്, രാഗത്തിലില്ല. ഒന്ന് സ്ഥലത്ത് അങ്ങനെ കുറേ സ്ഥലത്ത് കണ്ടില്ല. പക്ഷേ എനിക്ക് ഈ പടം പോയി കാണണം എന്നുണ്ടായിരുന്നു കേട്ടോ. ജയ അല്ല, വാഴ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അപ്പോൾ തുടങ്ങാം. ഡയറക്ടർ ആനന്ദ് മേനോൻ, റൈറ്റർ വിപിൻ ദാസ്, സ്റ്റാർസ് ബേസിൽ ജോസഫ്. നിങ്ങൾക്ക് കിഡ്ഡി സ്കൂപ്പിനെ അറിയോ? കിഡ്ഡി സ്കൂപ്പ് നമ്മുടെ പിള്ളേരാണ്, 2 പിള്ളേരുകൾ അവരുണ്ട് കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ് അവരുണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കാസ്റ്റാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഫസ്റ്റ് തന്നെ കിഡ്ഡി സ്കൂപ്പ് നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടി അറിയാൻ പറ്റും കേട്ടോ. കിഡ്ഡി സ്കൂപ്പും നമ്മളും തമ്മിലുള്ള ബന്ധം നമ്മൾ കുറച്ച് പരിചയമുള്ളതാണ്, സൈക്ലിങ് ഇതിൽ തന്നെ. സോ ഞാൻ ഈ പടം കാണാൻ തന്നെ ആകെ ഒറ്റൊരു പേരുള്ളൂ കേട്ടോ, ഹരിശ്രീ എന്നല്ല കേട്ടോ, ഹാഷിർ. ആദ്യം ഞാൻ ഹരിശ്രീ എന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാഷിർ, ആളുടെ സെയിം ഏജാന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. അപ്പോൾ അവൻ്റെ ഇത് കാണണം, സ്ക്രീൻ പ്രസൻസും സ്ക്രീനിൽ എങ്ങനെയായിരുന്നു എന്ന് കാണണം എന്നുണ്ടായിരുന്നുണ്ട്. ആളുടെ ഒപ്പമുള്ള 3 പേരും അവരുടെ ഇതൊന്ന് എടുത്ത് നോക്കട്ടെ. അവരുടെ പേര് ഞാൻ വിട്ടു കേട്ടാ. അവൻ്റെ ഹാഷിറിൻ്റെ ചാനലിലാണ് ഇവരെ 3 പേരും കണ്ടിരിക്കുന്നത്. അപ്പോൾ കാസ്റ്റ് ഞാൻ എടുക്കട്ടെ. സിജു സണ്ണി അവരൊക്കെ തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. സാഫ് ബ്രോസ് അവർ അടിപൊളിയാക്കി ചെയ്തിട്ട് അവരൊക്കെ തെളിയിച്ചവരാണ്. എനിക്ക് ആദ്യത്തെ ഇതായതുകൊണ്ട് ഇവരുടെ ഒന്ന് കാണണ്ടായിരുന്നു, ഹാഷിറിൻ്റെയും ടീമിൻ്റെ കേട്ടാ. കിടിലൻ പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ്, ആദ്യത്തെ തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ചിരിക്കാൻ, ഇഷ്ടം പോലെ ചിരിക്കാനുണ്ട്. ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് വരെ കിടിലനായിരുന്നു. കുറേ ചിരിക്കാനുണ്ടായിരുന്നു. കുറേ ലൈക്ക് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഞങ്ങൾ 3 പേരായിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ നല്ലോണം എൻജോയ് ചെയ്തു. അടിപൊളി ഫീൽ ഗുഡ് മൂവിയാണ്. നിങ്ങൾ എല്ലാവരും പോയി കാണണം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എൻ്റെ അതേ ഏജും പിന്നെ ലൈക്ക് 25 വയസ്സ്, 22, 23, 24 ആ ഒരു കാറ്റഗറി, ഒരു ടീനേജ് ആ ഒരു പ്രായക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, ഉറപ്പാണ്. കാരണം കുറേ കാര്യങ്ങൾ സ്കൂൾ കാലഘട്ടത്തിലായാലും അതുപോലെ തന്നെ +1, +2, ഡിഗ്രി ആ ഒരു കാലഘട്ടം ഫുള്ള്, ഓൾമോസ്റ്റ് എല്ലാ കാലഘട്ടം ആ ഒരു കാലഘട്ടം ഫുള്ള് കാട്ടുന്നുണ്ട്. അവസാനം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്. അത് എൻ്റെ പൊന്നെ, അവസാനം ചെറിയൊരു ഇത് കണ്ടു കേട്ടോ. അത് ഹാഷറിൻ്റെ സ്റ്റോറിയാണെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഫസ്റ്റ് ഹാഫും കിടിലനായിരുന്നു. ലൈക്ക് കുറേ ചിരിക്കാനുണ്ടായിരുന്നു. കുറേ നാളത്തെ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഇങ്ങനെ ചിരിച്ചത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഏത് പടത്തിന് തിയേറ്ററിൽ പോയി കണ്ട ഏത് പടമാണെന്ന് എനിക്ക് ഓർമ്മയില്ല ലാസ്റ്റ് ഇങ്ങനെ ചിരിച്ചത് കേട്ടോ. ഞാൻ ഫ്രണ്ട്സായിട്ട് കുറേ ഒന്ന് ചിരിച്ചു, അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ആ കൂടി ഞെട്ടിയത് ഇവരെ കണ്ടിട്ടാണ് കേട്ടോ. ഒന്ന് കിഡ്ഡി സ്കൂപ്പ്, എൻ്റെ പേഴ്സണലി എൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് അറിയാം. പിന്നെ ഹാഷിറിനെ കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണലായിട്ട് കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന ഒരു പടമാണ് കേട്ടോ. സെക്കൻഡ് ഹാഫ് ചിരിയുണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ട് നമ്മളങ്ങനെ കുറച്ചങ്ങനെ കൊണ്ടുപോകുന്ന പടമാണ്. എനിക്ക് കാര്യമായിട്ട് പറയാൻ അതിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. ഇമോഷണലി നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കും, കരയിപ്പിക്കും, കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ സെക്കൻഡ് ഹാഫ്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. ഓരോരുത്തരും എടുത്ത് പേര് പറയണം. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. പേരാണ് എനിക്ക് കിട്ടാതെ കേട്ടോ. എനിക്ക് ഓരോരുത്തരും പേര് വായിൽ വരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഓരോരുത്തരും എടുത്ത് പറഞ്ഞേനെ കേട്ടോ. അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. എനിക്കൊരാൾ എടുത്ത് പറയണം, ഞാൻ പേരൊന്നും തപ്പി കണ്ടുപിടിക്കട്ടെ. ഒന്നാമത്തത് ജോയ്മോൻ എന്നാണ് പേര്. എനിക്ക് കൃത്യമായിട്ടുള്ള പേര് തെറ്റാണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ആളുടെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. കിട്ടില്ലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഇതാണോ വിനായക് മല്യ, ഇതാണോ എന്ന് എനിക്കറിയില്ല. ഇവരുടെ കൂട്ടത്തിൽ ഒരാളൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഇമോഷണൽ സീൻ ഉണ്ടായിരുന്നു. വീട്ടിൽ വെച്ചിട്ട് ചെറിയൊരു തല്ലൂട്ടായിട്ട് കേട്ടോ. ഇമോഷണൽ സീനുകളൊക്കെ ആള് കൃത്യമായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഭയങ്കര നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. വിനായക് മല്ലി പോപ്പുലർ നെയിം ആസ് എ യൂട്യൂബർ ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് എ
പീപ്പിൾ സെലിബ്രിറ്റി എനിക്കറിയില്ല, ആളുടെ ഫോട്ടോ ഞാൻ കൊടുക്കാം കേട്ടോ, ആളുടെ ഡീറ്റെയിലും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സിജു സണ്ണി കിട്ടില്ലെന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. പിന്നെ സാഫ്രൂസ് ഞാൻ പറയാം അവൻ്റെ ആളുടെ ഏറ്റവും ലാസ്റ്റ് ഒരു ഇമോഷൻ സീൻ ഉണ്ടായിരുന്നു കേട്ടോ, അതും അടിപൊളിയായിരുന്നു. പിന്നെ ലോൺ ചോദിക്കാൻ പോകുന്നൊരു സീൻ ഉണ്ടായിരുന്നു കേട്ടോ, ഇൻകം ടാക്സ് ITR അതെന്താണെന്നൊക്കെ ചോദിച്ചിട്ടൊരു സാധനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ട് കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. പിന്നെ അനുരാജ് OB എന്ന് പറഞ്ഞിട്ട് അവന് ഒരു ഫൈറ്റ് സീനിലാണ് ഇത് വരുന്നത്, അതും കിട്ടില്ലെന്നായിരുന്നു കേട്ടോ. ആള് ഇതും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലൈക്ക് മൊത്തത്തിൽ കുറേ പേരെടുത്ത് പറയാനാണെങ്കിൽ കുറേ പേരുകളുണ്ട് കേട്ടോ, കുറേ പേരുകൾ എടുത്ത് പറയാനുണ്ട്. എന്തായാലും നിങ്ങൾ പോയി പടം കണ്ടു നോക്കി നോക്കുക, അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാട്ടോ. വേറെ ഒന്നുമില്ല കേസ്, അടിപൊളിയായിരുന്നു. പേരുകൾ എനിക്ക് കിട്ടണില്ല, നോക്കാം അടുത്ത ഇതിൽ സെറ്റാക്കാം, ഞാൻ പഠിച്ച് കൃത്യം പറയേണ്ട കേസ്. അടിപൊളിയായിരുന്നു, കണ്ടു നോക്കി നോക്കാം എല്ലാവരും പോയിട്ട്. സ്റ്റേ ട്യൂൺഡ്, അടുത്ത ഇതിൽ കാണാം, ബൈ.